കഴിക്കാ കണ്ണാ കഴിക്കണ്ടേ കഴിക്കണ്ടേ കഴിക്കണ്ടേ. എല്ലാവർക്കും നമ്മുടെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോഴേ ഞങ്ങൾ ഇന്ന് ടാറ്റ പോകാണ് കേട്ടോ. കണ്ണൻകുട്ടിനെ കഴിഞ്ഞ വീഡിയോയിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ, കഴിഞ്ഞ വീഡിയോ ആണോ ഇനിയിപ്പോൾ ഇതിൻ്റെ ഇടയിൽ വേറെ വീഡിയോസ് വരുന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്മൾ പാലക്കാടേക്ക് പോകുന്നുണ്ട്, മലമ്പുഴ ഡാമൊക്കെ കാണാനായിട്ട് പോകുന്നുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ രാവിലെ തന്നെ ഇതൊരു 8 മണിയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നമ്മൾ റെഡി ആയിട്ടുണ്ട്. കല്യാണിക്കുട്ടി ഇല്ല കേട്ടോ, അവിടെ കല്യാണിക്കുട്ടി എൻ്റെ വീട്ടിലാണ്. ഇപ്പോൾ പോകുമ്പോൾ എനിക്ക് അവളെയും കൂടെ കൂട്ടിയിട്ട് വേണം പോകാനായിട്ട്. കണ്ണനോടെ റെഡി ചുന്ദരനായിട്ട് കിടക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ്റെ വണ്ടി ഇറക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു നേരം കൊണ്ട് ഞാൻ വേഗം ഇൻട്രോ പറയാനായിട്ട് വന്നതാണ്. കണ്ണൻ ചുന്ദര എൻ്റെ പൊന്നിതാരപ്പോൾ ഇത് ചുന്ദരനാ. ഇത് ഏത് ചുന്ദരനാ? മുടിയും കൂടെ വെട്ടിപ്പോൾ കണ്ണൻ ചുന്ദരനായല്ലോ. ഇത് കണ്ണൻ്റെ ബർത്ത്ഡേക്ക് ഒരു ആൻറ്റിയുടെ പേര് കണ്ണ ആനി എന്നാന്ന് തോന്നണു. ആ ചേച്ചി അയച്ചു കൊടുത്ത ഡ്രസ്സാണ് കേട്ടോ. നല്ല ഭംഗിയുണ്ട് കാണാൻ ഈ കളർ കാണാനായിട്ട്. കാരണം ഈ കളർ ഇല്ലാത്ത കളറാണ് കേട്ടോ. കൂടുതൽ ഈ നീല, പച്ച, ചുവപ്പ, മഞ്ഞ ഇതൊക്കെയാണ് കാണാൻ ഉള്ള കളറുകൾ. ഇതില്ലാത്ത കളറാണ് അല്ല കണ്ണാട്ടിയെ. ഭംഗിയുണ്ട് കേട്ടാ, സുന്ദരനായിട്ടുണ്ട് കേട്ടാ. എൻ്റെ പൊന്നെ തങ്കക്കുടം ഇന്നലെ കൈമ്മ പിടിച്ച് കടിച്ചിട്ട് കൈയൊക്കെ കൂടെ പൊട്ടി മുറിച്ച് വെച്ചേക്കെ കണ്ട കാണണ്ട അതിൽ കണ്ട. എന്നിട്ട് ഇത് മരുന്നൊക്കെ തേച്ച് കൊടുത്തേക്കാ. ഇത് കഴിഞ്ഞതിൻ്റെ മുന്നത്തെ ദിവസം, ഇത് കഴിഞ്ഞ ദിവസം. തങ്കക്കുടത്തിൻ്റെ കയ്യിൽ അങ്ങനത്തെ കുറുമ്പുകളുണ്ട് അല്ല തങ്കക്കുട. തങ്കക്കുട അങ്ങനത്തെ കാര്യത്തിൽ ശരിയൊന്നുമല്ല. പോവാം നമുക്ക്. ഡാമിൽ എന്തിട്ട് കാണാനാടാ പോണേ നീ? ഡാമിൽ എന്തിട്ട് കാണാനാടാ പോണേ? പാർക്കിൽ ഇറങ്ങി കളിക്കണം. എൻ്റെ അമ്മോ ഐ എന്താ നോക്കണേ ചുന്ദരി. അപ്പം ഞങ്ങൾ പോട്ടെ കേട്ടാ. അപ്പോൾ രാവിലെ കണ്ണനുള്ള ഫുഡ് മാത്രമേ നമ്മൾ വീട്ടിൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ കേട്ടോ. കണ്ണന് കഴിക്കാനുള്ളതും കണ്ണന് കൊണ്ടുപോകാനുള്ളതൊക്കെ മാത്രമേ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നുള്ളൂ. നേരം അത്രയും വൈകിക്കേണ്ടെന്ന് കരുതിയിട്ട് ഞങ്ങളൊന്നും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നില്ല, കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ പോകുന്ന വഴിക്ക് ഭക്ഷണമൊക്കെ കഴിച്ചിട്ട് നേരെ എൻ്റെ വീട്ടിലേക്ക് പോയി അവിടുന്ന് കല്യാണിനെയും കൂടെ കൂട്ടിയിട്ടാണ് കേട്ടോ നമ്മൾ കറങ്ങാനായിട്ട് പോകാമെന്ന് വിചാരിച്ചത്. അങ്ങനെ അപ്പോൾ ഞങ്ങൾ വീട്ടിൽ കയറിയൊന്നുമില്ല, അമ്മ വഴിയിലേക്ക് എന്നെ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു കല്യാണീനെ. അങ്ങനെ എല്ലാവരും കൂടെ പോവാണ് കേട്ടോ. ആദ്യം വരിക്കശ്ശേരി മനയിലേക്ക് പോവാമെന്നാണ് കരുതിയത് കേട്ടോ. അപ്പോൾ വഴിയൊന്നും അറിയാണ്ടാണ് പോകുന്നത്. അതിന് ശേഷമാണ് മലമ്പുഴ ഡാം കാണാനായിട്ട് പോകാമെന്ന് വിചാരിക്കുന്നത്. പാലക്കാട് റൂട്ടിലേക്ക് ഇങ്ങനെയൊക്കെ ഒന്ന് കറങ്ങാനൊക്കെ പോകുന്നത് ഫസ്റ്റ് ടൈമാണ് കേട്ടോ, ആദ്യമായിട്ടാണ്. ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ നമ്മൾ ആകെ പാലക്കാടേക്ക് പോയുള്ളത് മണ്ണാർക്കാടേക്കാണ്. അപ്പോൾ ഞങ്ങളങ്ങനെ പോയി വരിക്കശ്ശേരി മനയിലെത്തി. അപ്പോൾ അവിടെ നിന്ന് ഇറങ്ങി പാർക്കിങ്ങിൽ നിന്ന് കുറച്ചും കൂടെ നടക്കാനൊക്കെ ഉണ്ടല്ലോ. അപ്പോൾ നല്ല വെയിലും ഉണ്ടായിരുന്നു കേട്ടോ അത്യാവശ്യം. പിന്നെ അങ്ങനെ വലിയ വയ്യായകളൊന്നും തോന്നിയില്ല, ക്ഷീണമൊന്നും തോന്നി. പിന്നെ ആ മനയുടെ കോമ്പൗണ്ടിലേക്ക് അങ്ങോട്ട് കടന്നു കഴിഞ്ഞാൽ നല്ല കൂളിങ്ങും ഒരു തണലും ഒക്കെ ഉണ്ട്. അതുകൊണ്ട് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ അപ്പോൾ ചേട്ടനായിരുന്നു കേട്ടോ, കുറേ നേരം ചേട്ടനെ എടുത്തിട്ടുണ്ടായിരുന്നു. കണ്ണനെ കല്യാണിക്കുട്ടി നടക്കായിരുന്നു. കല്യാണിക്ക് അച്ഛൻ്റെയിലേക്ക് കണ്ണനെ കൊടുത്തു കഴിഞ്ഞാൽ അപ്പം എന്നോട് എടുക്കാൻ പറയും. അങ്ങനെയാണ് കേട്ടോ. പിന്നെ കണ്ണൻ അധികം നേരമൊന്നും അങ്ങനെ ചേട്ടൻ്റെ കയ്യിൽ ഇരിക്കില്ല. കിട്ടുന്ന ചാൻസിലൊക്കെ ഞാൻ കൊടുക്കും. കുറച്ച് നേരം ഒന്ന് കൈമാറിക്കഴിഞ്ഞാൽ നമുക്ക് അത്രയും ഒരു ആശ്വാസമായില്ലോ എന്ന് കരുതിയിട്ട്. അപ്പോൾ ഒരുപാട് ആളുകളൊക്കെ ഉണ്ട് കേട്ടോ മനയിൽ ഇങ്ങനെ. അപ്പോൾ നമ്മളിങ്ങനെ സിനിമയിൽ മാത്രമൊക്കെയല്ലേ കണ്ടിട്ടുള്ളൂ. കാണാനൊക്കെ നല്ലൊരു ലുക്കൊക്കെ ഉണ്ട് കേട്ടോ. ഇഷ്ടമായി ഞങ്ങളങ്ങനെ മെയിനായിട്ട് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കണം എന്നൊക്കെ തന്നെയായിരുന്നു. നമ്മളൊരു യൂട്യൂബർ എന്നൊക്കെ നല്ല നിലയിൽ അതൊക്കെയാണല്ലോ ആദ്യം ചിന്തിക്കുക. പിന്നെ അവിടെയൊക്കെ ഇങ്ങനെ നിന്ന് പിന്നെ കുറേ ആളുകൾ അവിടെയൊക്കെ നിന്ന് ഇങ്ങനെ ഭയങ്കര ഫോട്ടോ എടുക്കലും കാര്യങ്ങളൊക്കെ ആയത് കാരണം ചെറിയൊരു ചമ്മലിൻ്റെയും കൂടി ആളാണ് ഞാൻ. അതുകൊണ്ട് ചേട്ടനാണെങ്കിൽ പിന്നെ എന്നേക്കാളും ചമ്മലിൻ്റെ ആളാണ്. എന്നാലും ഞങ്ങൾ ഒരു വിധത്തിലൊക്കെ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു കേട്ടോ. പിന്നെ ഫുൾ ബാക്ക്ഗ്രൗണ്ടൊക്കെ നല്ല ഭംഗിയായിരുന്നു കേട്ടോ കാണാനായിട്ട്. നല്ല ഭംഗിയുള്ള ബാക്ക്ഗ്രൗണ്ടൊക്കെ. അപ്പോൾ അവിടേക്ക് നിന്ന് ഫോട്ടോസ് എടുത്താൽ തന്നെ നമ്മൾക്ക് ഭംഗിയില്ലെങ്കിൽ കൂടെ നല്ല ഭംഗിയൊക്കെ ആയിട്ട് തോന്നും. അങ്ങനെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്തു. പിന്നെ ഉള്ളിലേക്കൊക്കെ കയറിയിട്ട് ഉള്ളിലൊക്കെ ഭയങ്കര ഇരുട്ടാണ് കേട്ടോ. അതിൻ്റെ ഉള്ളിൽ ഇങ്ങനെ ഭയങ്കര ഇരുട്ട്. പിന്നെ ഇങ്ങനെ നമ്മൾ നാലുകെട്ട് പോലെയുള്ള നടുമുറ്റത്തൊക്കെ നിന്നിട്ടൊക്കെ ഇങ്ങനെ കുറേ പേര് ഫോട്ടോസും വീഡിയോസൊക്കെ എടുക്കുന്നുണ്ട്. അപ്പോൾ നമുക്കൊന്നും പിന്നെ അവിടെ ഗ്യാപ്പില്ലേ നിൽക്കാനായിട്ട്. അതേപോലെ ആളുകൾ ഭയങ്കര ഫോട്ടോ എടുക്കലൊക്കെയാണ്. അപ്പോൾ പിന്നെ നമ്മളിങ്ങനെ അവിടെയൊക്കെ നടന്ന് ഓരോ റൂമുകളൊക്കെ ഇങ്ങനെ കയറുമ്പോഴേ ഭയങ്കര ഇരുട്ട് പിടിച്ച മുറികളൊക്കെ കേട്ടോ. നല്ല രസമുണ്ട് കേട്ടോ കാണാനായിട്ട്. എന്തോ ഒരു പഴമയിലേക്ക്
കയറി ചെന്ന പോലെയൊക്കെ അല്ലേ. അപ്പോൾ കണ്ണനും മനസ്സിലായി ഇതെന്തോ സംഭവമാണിത്, എല്ലാവരും ഇങ്ങനെയൊക്കെ നടന്ന് കാണണമൊക്കെ ഉണ്ട്. കണ്ണൻ ഇങ്ങനെ തലവെക്കൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ കല്യാണി അതിൻ്റെ ഇടയ്ക്കോടെ കുറുമ്പെടുക്കാൻ നോക്കിയപ്പോൾ അവൾ ശരിക്കും ഇങ്ങനെ കുറുമ്പെടുക്കാണ്ടിരിക്കണമെങ്കിൽ ഫോൺ തരുമോ എന്ന് വെച്ചിട്ടേ ചേട്ടൻ്റെ കയ്യിൽ നിന്ന് ഫോണൊക്കെ മേടിച്ച് ഫോണൊക്കെ പിടിച്ചൊക്കെ നടക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഈ റൂമുകളൊക്കെ കണ്ട് ഭയങ്കര ഇരുട്ട് പിടിച്ച് ഇങ്ങനെ ഇരിക്കുക. അപ്പോൾ ഇപ്പുറത്ത് ഇങ്ങനെ എന്തോ കുറേ വേസ്റ്റ് സാധനങ്ങളും ഒരു ലോറിയൊക്കെ കിടക്കുന്നൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ ഒരു എന്താ പറയുക, ഇതിനൊക്കെ എന്താ പറയാമെന്നൊന്നും എനിക്കറിയില്ല. അങ്ങനെ ഒരു റൂമൊക്കെ നല്ല ഇരുട്ട് പിടിച്ചൊക്കെ ഒരു റൂമൊക്കെ. അപ്പോൾ നമ്മൾ പുറത്തുനിന്ന് കാണുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ ഇങ്ങനെയൊക്കെ ആയിരിക്കുന്നൊന്നും നമ്മൾ പ്രതീക്ഷിക്കില്ല അല്ലേ. അപ്പോൾ ഇങ്ങനെ അവിടെയൊക്കെ നടന്ന് അവിടെ നടന്ന് ഞങ്ങൾ കണ്ടു കേട്ടോ. അപ്പോൾ ഹിൽ പാലസിൽ പോയപ്പോൾ നമ്മളങ്ങനെ എല്ലാ ഭാഗങ്ങളും കവർ ചെയ്തോന്ന് ചോദിച്ചാൽ എനിക്ക് തോന്നുന്നില്ല എന്ന് തോന്നുന്നു. ഇവിടെ നമ്മൾ അത്യാവശ്യം എനിക്ക് ഹിൽ പാലസിൽ പോയതിനേക്കാളും ഇഷ്ടമായിട്ട് ഇവിടെ നമുക്കിങ്ങനെ നടന്ന് കാണാനും ഫോട്ടോസൊക്കെ എടുക്കാനൊക്കെ പറ്റും, നല്ല ബാക്ക്ഗ്രൗണ്ടും കാര്യങ്ങളും അങ്ങനെയൊക്കെ തോന്നി. അതിപ്പോൾ എന്നിട്ട് ഞങ്ങൾ ഇപ്പുറത്ത് കൂടെ വന്നതിൻ്റെ ബാക്ക് സൈഡാണ് കേട്ടോ. അവിടെയും കുറച്ച് നേരം നിന്നു, അവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്തു കുറച്ച്. അതിന് ശേഷം ഉള്ളിലേക്ക് ആദ്യം കയറിയിട്ട് പിന്നെ ഇത് ഫ്രണ്ട് ഡോറോടെ അങ്ങനെ അടച്ചിട്ടേക്കാണ് കേട്ടോ അവിടെ. എന്നിട്ട് പിന്നെ ഈ സൈഡിൽ കൂടെയാണ് നമ്മൾ പുറത്തേക്ക് കിടക്കാം. അപ്പോൾ അതിൽ കൂടെ അങ്ങനെ പുറത്തേക്ക് കിടന്ന് ശരിക്കും നമുക്കതിൻ്റെ മുറ്റവും കാര്യങ്ങളൊന്നും നമ്മൾ ശരിക്കും കാണിച്ചിട്ട് പോലും ഇല്ല അല്ലേ. ആ മുറ്റത്തേക്ക് കയറുന്നത് മാത്രമല്ലേ കാണിച്ചിട്ടുണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞങ്ങളങ്ങനെ പുറത്തേക്കൊക്കെ ഇറങ്ങി അതിൻ്റെ ഫുള്ള് ആ ഒരു മൊത്തത്തിലുള്ള ഭാഗങ്ങളൊക്കെയാണ് കേട്ടോ. അത് നല്ല ഭംഗിയുണ്ടല്ലേ കാണാനായിട്ട്. അപ്പോൾ ഞാനൊക്കെ സിനിമയിൽ മാത്രമേ കണ്ടിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഒരുപാട് ആളുകളുണ്ട്, എല്ലാവരും ഫോട്ടോസും വീഡിയോസൊക്കെ തന്നെയാണ് എടുത്തുകൊണ്ടിരിക്കുന്നത്. ഇവിടെ ഒരു കുളം ഉണ്ട് കേട്ടോ. ഈ കുളത്തിൻ്റെ അടുത്തുകൂടെ പോകുന്ന ഒരു വഴിയാണ് കേട്ടോ ഇത്. കുളമൊക്കെ അതിൻ്റെ ഫ്രണ്ടിലുള്ള കുളത്തിൻ്റെ ഫ്രണ്ടിലുള്ളൊരു മരമാണിത്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് നേരം വീഡിയോയും ഫോട്ടോയൊക്കെ എടുത്തു കേട്ടോ. അപ്പോൾ കല്യാണി കുട്ടിയാണെങ്കിൽ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു കുറുമ്പുകളൊക്കെ കാണിച്ചിങ്ങനെ നടക്കുക. അത് കഴിഞ്ഞ് ഞങ്ങൾ കുളത്തിൻ്റെ അവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ആ വീടിൻ്റെ മുറ്റത്തേക്ക് വരുന്നൊരു വഴിയാണിത്. അപ്പോൾ അവിടെയും നടന്ന് ഫോട്ടോ. അപ്പോൾ കല്യാണിനെ വിളിച്ചിട്ട് കല്യാണി വരണമൊന്നുമില്ല, ഫോട്ടോ എടുക്കാനും വീഡിയോ എടുക്കാനും ഒന്നും കല്യാണിയൊന്നും വരണമൊന്നുമില്ല കേട്ടോ. അങ്ങനെ അവിടത്തേക്ക് ഒരുവിധമൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി. പക്ഷെ നമ്മളെ അവിടേക്ക് എത്താനായിട്ട് ഒരുപാട് ലേറ്റായി. ഞങ്ങൾ ഗൂഗിൾ മാപ്പൊക്കെ ഇട്ടിട്ടാണ് വന്നതെങ്കിലും ഇടയ്ക്ക് വെച്ചിട്ട് എൻ്റെ ശ്രദ്ധ ഒന്ന് തെറ്റി. അതിൻ്റെ ഇടയിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കാനായിട്ടൊക്കെ ഇറങ്ങി. അപ്പോൾ പിന്നെ അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമ്മൾ റൂട്ട് മൊത്തത്തിൽ അങ്ങോട്ട് തെറ്റിയിട്ട് വഴി നല്ല രീതിയിൽ തെറ്റി വടക്കാഞ്ചേരിയിലൊക്കെ ചെന്ന് കയറി. പിന്നെ അവിടെ നിന്ന് കുറേ ഉള്ളൊക്കെ ചുറ്റിയിട്ടൊക്കെയാണ് പിന്നെ വരേണ്ടി വന്നത്. അങ്ങനെ വരിക്കശ്ശേരി മനയിൽ എത്താനായിട്ട് ഒരുപാട് സമയമെടുത്തു. രാവിലെ നേരത്തെ ഇറങ്ങിയെങ്കിലും 8 മണിയൊക്കെ കഴിഞ്ഞപ്പോൾ ഇറങ്ങിയെങ്കിലും നമ്മളിവിടെ എത്തിയപ്പോൾ തന്നെ ഒരു നല്ല സമയമായി. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ മലമ്പുഴയിലേക്ക് പോകുന്നത് വഴിയൊന്നും അറിയാണ്ട്. അപ്പോൾ അവിടെ ആണെങ്കിൽ നമ്മുടെ ഒരു ചേച്ചി അവിടേക്ക് ചെല്ലാനൊക്കെ പറഞ്ഞിട്ട് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ നേരെ മലമ്പുഴയിൽ നിന്ന് ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ പോയത്. അപ്പോൾ ചേച്ചിയുടെ വീട്ടിൽ ചെന്ന് അങ്ങനെ തന്നെ കണ്ണനെ അവിടെ കിടത്തി കുറേ നേരമായാലും എടുത്തൊക്കെ വെച്ചിരിക്കണേ. അപ്പോൾ കണ്ണൻകുട്ടി ഇങ്ങനെ പരിചയമില്ലാത്ത പോലെയൊക്കെ നോക്കണമൊക്കെ ഉണ്ട് കേട്ടോ. പക്ഷെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നില്ല, ആൾ നല്ല ഹാപ്പി ആയിരുന്നു കേട്ടോ. അവിടെ ചെന്നിട്ട് എല്ലാവർക്കും ഭയങ്കര സന്തോഷവും ഭയങ്കര സ്നേഹവും ഒക്കെ ആയിട്ട് ഭയങ്കര ഹാപ്പി ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ചേച്ചിയുടെ അവിടെ കയറണം എന്ന്, അങ്ങനെ ഒന്നും വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾക്ക് വഴി അറിയാണ്ടൊക്കെയാണ് പോകുന്നത്. അപ്പോൾ ചേച്ചി അവിടെ ഫുഡൊക്കെ റെഡിയാക്കിയിട്ടുണ്ടെന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ആദ്യം വിചാരിച്ചത് മലമ്പുഴയിലൊക്കെ കയറി കണ്ട് പോകുന്ന സമയത്ത് ചേച്ചിയുടെ വീട്ടിലൊക്കെ ഒന്ന് കയറിയിട്ട് പോരാന്നൊക്കെ കരുതിയത്. പിന്നെ എന്താ പറയുക, ചേച്ചി അങ്ങനെ നമ്മൾ വെയിറ്റ് ചെയ്ത് അവിടെ ഇരിക്കുകയാണ്. അപ്പോൾ പിന്നെ ഞങ്ങൾ നേരെ അങ്ങോട്ടേക്ക് ചെന്നത്. അപ്പോൾ ഈ ചേച്ചിയും നമ്മുടെ ഒരു ചേച്ചി തന്നെയാണ് കേട്ടോ, ശ്രീദേവി എന്നാണ് ചേച്ചിയുടെ പേര്. അപ്പോൾ നമ്മൾ ചെന്നിരിക്കുന്നത് ഷീജ ചേച്ചിയുടെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ ഞങ്ങൾ അങ്ങോട്ടേക്ക് വരുന്നുണ്ടെന്ന് അറിഞ്ഞിട്ട് ശ്രീദേവി ചേച്ചി കണ്ണനെ കാണാനായിട്ട് ഈ ഷീജ ചേച്ചിയുടെ വീട്ടിലോട്ട് വന്നതാണ് കേട്ടോ. അപ്പോൾ ചേച്ചിയും ചേച്ചിയുടെ മോളും കൂടിയാണ് കേട്ടോ വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ കണ്ണൻകുട്ടീനെയൊക്കെ എടുത്തു. അപ്പോൾ ഞാൻ കൈ കടിച്ച കാര്യമൊക്കെ പറയാനായിട്ട് ഇരുന്നിട്ട് കൈയൊക്കെ കടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഒരുവിധം ഉണങ്ങിയിട്ടൊക്കെ ഉണ്ടായിരുന്നു. ആ സമയത്താണ് നമ്മൾ പോയത്, മലമ്പുഴയിലേക്ക് അന്ന് പോയത്. അപ്പോൾ കണ്ണൻകുട്ടി അപ്പോൾ ചെറിയൊരു സങ്കടമൊക്കെ വന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് കണ്ണനുള്ള ഫുഡ് കൊടുത്ത് ഫുഡ് അവന് വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ളതൊക്കെ കയ്യിലെടുത്ത് പിന്നെ നമ്മൾ നേരെ മലമ്പുഴയിലേക്ക് പോയിട്ട് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് കുറച്ച് ദൂരമേ ഉള്ളൂ. അപ്പോൾ ചേച്ചിക്കാകുമ്പോൾ അവിടുത്തെ എല്ലാ കാര്യങ്ങളും അറിയാം. നമ്മളൊക്കെ ആണെങ്കിൽ പൊട്ടം കൂത്ത് കണ്ടോണം നിൽക്കേണ്ടി വരും, എവിടേക്ക് ആദ്യം കയറേണ്ടത് എങ്ങോട്ട് ആദ്യം പോകേണ്ടതെന്നൊന്നും അറിയാണ്ട് നിൽക്കേണ്ടി വരും. അപ്പോൾ ഇത് സ്നേക്ക് പാർക്കിൽ പോയി അവിടെയൊക്കെ ചേച്ചിക്ക് പരിചയമുള്ളവരൊക്കെ ഉണ്ടായിരുന്നത് കാരണം നമുക്ക് അങ്ങനെ വേഗം കയറാനും കാണാനും ഒക്കെ പറ്റിയിട്ടോ. അപ്പോൾ സ്നേക്ക് പാർക്കിൽ പോയ രംഗങ്ങളൊക്കെയാണ് കേട്ടോ ഇത്. കുറേ പാമ്പുകളൊക്കെ ഉണ്ട് അവിടെ. അപ്പം
കുഞ്ഞു കുഞ്ഞു പാമ്പുകൾ തൊട്ട് വലിയ വലിയ പാമ്പുകൾ വരെയൊക്കെ ഉണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിങ്ങനെ പാമ്പുകളെ കണ്ടിട്ടുള്ളതെന്ന് പറഞ്ഞാൽ നമ്മുടെ തൃശ്ശൂർ കാഴ്ച ബംഗ്ലാവിൽ കുറച്ചൊക്കെ ഉണ്ട് പാമ്പുകൾ. അപ്പോൾ ഇത് അതിലും കൂടുതലുണ്ട് കേട്ടോ. പലയിടത്തായിട്ട് ഇങ്ങനെ കുറേ പാമ്പുകളുണ്ട്. സ്നേക്ക് പാർക്കാണല്ലോ, അപ്പോൾ പാമ്പുകളുടെ എണ്ണം കുറച്ച് വേണ്ടേ. അങ്ങനെ ഞങ്ങൾ സ്നേക്ക് പാർക്കിൽ പാമ്പുകളെയൊക്കെ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ കണ്ണനിങ്ങനെ ഒരു ഇവിടെയാന്ന് തോന്നുന്നു കേട്ടോ, അതിലൊരു ചേരയാണത്. ചേര ഇങ്ങനെ ഇരുന്നിട്ട് തലയൊക്കെ വെച്ചിട്ട് ഒരുമാതിരി കണ്ടോ അവിടെ കിടന്ന് ഇങ്ങനെ കാണിക്കുന്നത് കണ്ടോ. അത് കണ്ടിട്ട് കണ്ണൻ അങ്ങനത്തെ പേടിയൊന്നുമില്ല. പാമ്പിനെ ആണെങ്കിലും പട്ടീനെ ആണെങ്കിലും പൂച്ചേനെ ആണെങ്കിലും കണ്ണന് പേടിയൊന്നുമില്ല. അപ്പം അതിങ്ങനെ കിടന്ന് ഇങ്ങനെ പൊളഞ്ഞ് ഡാൻസ് കളിക്കുന്നത് കണ്ടിട്ട് കണ്ണൻ ഭയങ്കര തള്ളിക്കയറ്റായിരുന്നു കേട്ടോ പാമ്പിൻ്റെ അടുത്തേക്ക്. കാണണില്ല കേട്ടോ, ആളിങ്ങനെ എന്തൊക്കെയോ കാണിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു. ആ പാമ്പ് ഇങ്ങനെ കിടന്ന് കാണിക്കുന്നത് കണ്ടിട്ടേ. അപ്പോൾ പാമ്പും കാണിക്കുന്നത് ഒരു മാതിരി നിന്ന് എന്തോ ഡാൻസ് കളിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ. പാമ്പ് ചേരയാണ് കേട്ടോ, അത് ചേരയാന്ന് തോന്നുന്നു. ചേരയാന്ന് പറഞ്ഞാൽ എൻ്റെ ഒരു ഓർമ്മ, അന്ന് ചേരാന്ന് പറഞ്ഞ പോലെ ഒരു ഓർമ്മയുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നടന്ന് അതൊക്കെ കണ്ട് പാമ്പുകൾ തന്നെയുണ്ട് അത്യാവശ്യം. കണ്ണൻ കാണിക്കുന്നുണ്ടാ, കണ്ണൻ ആ ചേരനെ കണ്ടിട്ടേ അത് ഡാൻസ് കളിക്കുന്ന കണ്ടിട്ടുള്ള കണ്ണൻ്റെ ഡാൻസാണ് കേട്ടോ കാണുന്നത്. മുഴുവനായിട്ടും കിട്ടിയിട്ടില്ല, ഇതൊന്നും ആയിരുന്നില്ല. ആളിങ്ങനെ എന്തൊക്കെയോ കുറേയൊക്കെ കാണിക്കുന്നുണ്ടായിരുന്നു പാമ്പിനെ കണ്ടിട്ടുള്ള. ആൾക്കങ്ങനെ പേടിയൊന്നുമില്ല. അതെന്ത് പാലെടുത്തുകൂടെ പോയാലും ആൾ ആനേനെ മയക്കി ചിരിച്ച് മയക്കാനേ നോക്കുകയുള്ളൂ. ആൾക്കങ്ങനെ പേടിയൊന്നുമില്ല. എന്തോ ജീവജാലങ്ങളോടൊക്കെ ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ കണ്ണന്. അത് ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുണ്ട്. കല്യാണിക്ക് പേടിയാണ്. അതിനിപ്പോൾ കണ്ണന് അതങ്ങനെ അത് പേടിക്കാനുള്ളൊരറിവില്ലാത്തത് കൊണ്ടാണോ എന്ന് എനിക്കറിയില്ല. കണ്ണന് പേടിയൊന്നും കാണിക്കാറില്ല. ആൾ അവരോടൊന്നും ചിരിച്ച് കാണിക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ കല്യാണി പരമാവധി മുതലാക്കുന്നുണ്ട് കേട്ടോ. അവൾക്ക് നടക്കാനൊന്നും ഒരു കുഴപ്പമില്ലാത്ത ആളാണ്. അപ്പോൾ ആളുടെ താളത്തിനകത്ത് തുള്ളാനായിട്ട് ആരെങ്കിലും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആൾ മാക്സിമം മുതലാക്കും. അപ്പോൾ ചേച്ചീനെ കൊണ്ടും ചേച്ചിയുടെ മോളുണ്ട് അക്ഷരനെ കൊണ്ടും ഒക്കെ നല്ല രീതിയിൽ എടുപ്പിച്ചുകൊണ്ടൊക്കെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ അവൾ. അപ്പോൾ എനിക്ക് വയ്യ, കാല് വേദന എടുക്കുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് എടുക്കാനൊക്കെ പറയും. അപ്പോൾ നമ്മളാണെങ്കിൽ നടക്കുക എന്ന് പറയുന്ന പോലെയല്ല, അവരൊക്കെ എടുക്കുകയൊക്കെ ചെയ്യില്ല. അപ്പോൾ ആൾ മാക്സിമം മുതലാക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ അവിടെ നിന്ന് ആ ഒരു ഭാഗം കഴിഞ്ഞിട്ട് പിന്നെയും ഉണ്ട് കേട്ടോ ഇങ്ങനെ കുറേ പാമ്പുകളൊക്കെ ആയിട്ട്. ഒരുപാടുണ്ട് പാമ്പുകൾ, നല്ല രീതിയിലുണ്ട്. മലമ്പാമ്പും കുറേ പാമ്പുകളുണ്ട് കേട്ടോ. കണ്ണന് കുറേയൊന്നും കണ്ണൻ കണ്ടിട്ടില്ലേ. കാണുമ്പോൾ പാമ്പിനെയൊക്കെ ചീത്ത പറയാനോ ചിരിച്ചു മയക്കാനോ ഒക്കെ പോകുന്നുണ്ട് കേട്ടോ കണ്ണൻ. പിന്നെ സ്നേക്ക് പാർക്കിലെ ഒരുവിധമൊക്കെ അത്യാവശ്യം മുഴുവനായിട്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്ന് കാണാണ്. കാരണം നമ്മൾ 4 മണിക്ക് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഇറങ്ങാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ ഏതാണ്ട് 5 മണിയാവാറായിട്ട് ഇറങ്ങിയപ്പോൾ. കാരണം അവിടെ ഞങ്ങൾ ഭക്ഷണം കഴിച്ചു, കണ്ണൻകുട്ടിക്ക് പ്രാവശ്യം ഭക്ഷണം കൊടുത്തു, പിന്നെ കണ്ണന് കൊണ്ടുപോകാനായിട്ട് ഭക്ഷണം എടുത്തു. അങ്ങനെയൊക്കെ ആയിട്ട് പിന്നെ അതിനിടയിൽ നമ്മുടെ ശ്രീദേവി ചേച്ചി വന്നു. അപ്പോൾ അങ്ങനെയൊക്കെ ആയിട്ട് കുറച്ച് ലേറ്റായി. 5 മണിയൊക്കെ ആവാറായി അവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ. പിന്നെ നമുക്ക് തിരിച്ച് തൃശ്ശൂർ നമ്മുടെ വീട്ടിലേക്ക് എത്തണ്ടേ. അപ്പോൾ ചേച്ചി കുറേ നിർബന്ധിച്ചു വിട്ടാണ് അവിടെ നിൽക്കാൻ എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ കണ്ണന് മരുന്നൊന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ അങ്ങനെ ഒരു തയ്യാറെടുപ്പോട് കൂടിയൊന്നല്ലല്ലോ പോയത്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങളിങ്ങനെ ഓടി നടന്നായിരുന്നു ശരിക്കും കാണുന്നുണ്ടായിരുന്നത്. ഇനി ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ പാർക്കുകളൊക്കെ കഴിഞ്ഞിട്ട് ഡാമിലേക്ക് പോകണമല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവിടെയും മീനുകളെയൊക്കെ സത്യം പറഞ്ഞാൽ ഓടി നടന്ന് കണ്ടു. പിന്നെ ഇതിൻ്റെ ഉള്ളിൽ കയറിയപ്പോഴെന്ന് പറഞ്ഞാലുണ്ടല്ലോ ഭയങ്കര ചൂടാണ് കേട്ടോ. ഇതിൻ്റെ ഉള്ളിലല്ല, അടുത്തത് കയറാൻ പോകുന്നതിൻ്റെ ഉള്ളിലാണ് കേട്ടോ. ഭയങ്കര ചൂടെന്ന് പറഞ്ഞാലേ അതിൻ്റെ ഒരു ഭാഗത്ത് മാത്രമാണ് AC ഒക്കെ ഉള്ളത്. പിന്നെ ആണെങ്കിൽ ചുമരൊക്കെ ഇങ്ങനെ ബ്ലാക്ക് പെയിൻ്റ് അടിച്ചിട്ടേ മൊത്തത്തിൽ അങ്ങോട്ട് ഒരു ഗുഹ പോലത്തെ ഒരു സ്ഥലവും ഭയങ്കര ചൂടും. അപ്പോൾ നമ്മൾ അതിൻ്റെ ഉള്ളിൽ കയറിപ്പെട്ട് കഴിഞ്ഞാൽ മീനൊക്കെ കണ്ട് ഭംഗിയൊക്കെ കണ്ട് ആസ്വദിച്ച് നിൽക്കാനും നമുക്ക് തോന്നില്ല. എങ്ങനെയെങ്കിലും അതിൻ്റെ ഉള്ളിൽ നിന്ന് ഇറങ്ങിയാൽ മതി എന്ന് തോന്നുള്ളൂ. എന്നാലും ഞങ്ങൾ അത്യാവശ്യം എല്ലാവിടെയും തന്നെ നടന്ന് കണ്ടു കേട്ടോ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കയറിയപ്പോൾ കുറേ നേരം ചേട്ടനാണ് കേട്ടോ കാണാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. കല്യാണിനെ അക്ഷരക്കുട്ടി എടുത്തിട്ടുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഇതിൻ്റെ ഉള്ളിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഓരോരോ ഭാഗങ്ങളിൽ നമ്മുടെ വാളിലുണ്ടല്ലോ, വാളിൽ
ഇത് ഫിഷ് ടാങ്ക് പോലെ ഇങ്ങനെ പിടിപ്പിച്ചിട്ട് നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. കാരണം ഒരു ബ്ലാക്ക് ബാക്ക്ഗ്രൗണ്ടിൽ ഇങ്ങനെ ഗ്ലാസിൻ്റെ ഉള്ളിൽ മീനൊക്കെ കിടക്കുന്ന അതിൻ്റെ ഉള്ളിൽ ലൈറ്റൊക്കെ ഇട്ട് അങ്ങനെയൊക്കെ കാണുമ്പോഴേ ഭയങ്കര ഒരു അട്രാക്ഷനൊക്കെ ഉണ്ട് കാണാനൊക്കെ ആയിട്ട്. പക്ഷേ ഭയങ്കര ചൂടെന്ന് പറഞ്ഞാൽ വയർത്ത് ഒഴുകാണ്. അപ്പോൾ കണ്ണൻകുട്ടിക്ക് ഇങ്ങനെ അത് കാണിച്ചു കൊടുക്കുമ്പോഴേ മീനൊക്കെ കാണിച്ചു കൊടുക്കുമ്പോൾ ആൾക്ക് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ട് കേട്ടോ. കല്യാണി അതേട്ടൻ നല്ല ഹാപ്പി ആയിട്ടാണ് ഇരിക്കുന്നത്. കാരണം ചേച്ചിയുടെ മക്കളും ഉണ്ടല്ലോ, അപ്പോൾ അവരുടെ കൂടെ നടന്നിട്ടും ആൾ നല്ല ഹാപ്പിയാണ്. അപ്പോൾ അതുകൊണ്ട് കല്യാണിനെ ഞങ്ങൾക്ക് നോക്കേണ്ടി വന്നില്ല എന്നുള്ളതാണ് കേട്ടോ സത്യം. ചേച്ചിയും പിള്ളേരൊക്കെ നല്ല രീതിയിൽ കല്യാണിനെ നോക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ആ ഒരു ടെൻഷൻ ഉണ്ടായിരുന്നില്ല. അവളിപ്പോൾ ഇങ്ങനെ അവരുടെ മൂന്നാളിൻ്റെയും പിന്നാലെയായിട്ട് അവളിങ്ങനെ നടക്കുന്നുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാനായിട്ട്. ഇങ്ങനെ ഓരോ ഭാഗത്ത് ഇങ്ങനെ ചുമരിൽ ഇങ്ങനെ വെച്ചേക്കാണ് കേട്ടോ മീനുകൾ. നല്ല രസമുണ്ട് കാണാനായിട്ട്. നമ്മുടെ ഇവിടെയൊന്നും ഇങ്ങനത്തെ കണ്ടിട്ടില്ല. ഇത്രയും അധികം മീനുകൾ, ഇത്രയും അധികം പാമ്പുകളൊന്നും ശരിക്കും നമ്മൾ വേറെ എവിടെയും ഞാൻ കണ്ടിട്ടില്ല കേട്ടോ. വേറെയൊക്കെ ഉണ്ടാവുമായിരിക്കാം, ഞാൻ കണ്ടിട്ടില്ല. അങ്ങനെ ഫിഷിൻ്റെ ആ ഭാഗമൊക്കെ ഒരുവിധമൊക്കെ നമ്മൾ കണ്ടു കഴിഞ്ഞു കേട്ടോ. ഭയങ്കര ചൂടായത് കാരണം ഓടി ഓടി നടന്നാണ് നമ്മൾ കണ്ടത്. പിന്നെ ലാസ്റ്റ് ഭാഗമായപ്പോൾ അവിടെ ചെറുതായിട്ട് കൂളിങ് AC ഒക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ ശരിക്കും ഞങ്ങൾ കുറച്ച് നേരം നിന്നു കേട്ടോ. നല്ല സുഖം ഉണ്ടായിരുന്നു. ഈ ചൂട്ടിയിൽ നിന്ന് ഞങ്ങളുടെ AC-യിലേക്ക് വന്നപ്പോഴേ നല്ലൊരു സുഖം ഉണ്ടായിരുന്നു. അപ്പോൾ മീനുകളെയൊക്കെ നോക്കി കുറച്ച് നേരം ഞങ്ങളൊക്കെ ഇങ്ങനെ അവിടെയൊക്കെ നടന്ന് പിന്നെ നമ്മൾ ഡാമിലേക്കാണ് കേട്ടോ നേരെ പോകുന്നത്. അതിൻ്റെ ഇടയിൽ അടിയിലൊക്കെ വന്നപ്പോഴേ അവിടെ നല്ല ഭംഗിയുള്ള കുറച്ച് സ്ഥലങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെയൊക്കെ ഫോട്ടോസൊക്കെ എടുത്തിട്ട് നമ്മൾ പോവാണ് കേട്ടോ. ഞങ്ങളുടെ ഡാമിലേക്ക് പോവാണ്. അപ്പോൾ അതും കൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ കല്ലൂന് അവിടെ ഒരു പാർക്ക് ഉണ്ട്, അതിലും കൂടെ ജസ്റ്റ് ഒന്ന് കാണിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ നേരെ വീട്ടിലോട്ട് വിടാമെന്ന് വിചാരിച്ചിട്ട് നമ്മൾ ഡാമിലേക്ക് എത്തി കേട്ടോ. അങ്ങനെ ഇപ്പോൾ ജീവിതത്തിൽ ആദ്യമായിട്ട് ഞാൻ മലമ്പുഴ ഡാം കണ്ടു. ഞാനിങ്ങനെ ഫോട്ടോസൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. ആരൊക്കെയോ അങ്ങനെ ഈ ഡാമിൻ്റെ ഫ്രണ്ടിലൊക്കെ നിന്ന് പാർക്കിലൊക്കെ നിന്ന് ഫോട്ടോ ഒക്കെ എടുത്തിട്ടേ അങ്ങനെ എന്തോ ഞാൻ കണ്ടതായിട്ട് എനിക്ക് ഓർമ്മയുണ്ട്. ഇങ്ങനെ ഈ ഗാർഡനിലൊക്കെ നിന്നിട്ടേ. അപ്പോൾ ഇപ്പം ഇങ്ങനെ ഇത് കണ്ടപ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, അങ്ങനെ ആരൊക്കെയോ ഫോട്ടോസൊക്കെ എടുത്ത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നൊക്കെ ആലോചിക്കുന്നത്. ഒരുപാട് ആളുകളുണ്ടായിരുന്നു കേട്ടോ. ഭയങ്കര തിരക്കായിരുന്നു. ഞായറാഴ്ച ആയത് കാരണേ ഭയങ്കര തിരക്കായിരുന്നു കേട്ടോ. കുറേ ആളുകളുണ്ടായിരുന്നു. പാർക്ക് ചെയ്യാനൊന്നും സ്ഥലമില്ലാണ്ട് റോട്ടിൽ എവിടെയെങ്ങാണ്ടൊരു ദൂരത്തൊക്കെയാണ് ചേട്ടൻ കൊണ്ട് വണ്ടിയൊക്കെ ഇട്ടത്. അപ്പോൾ അക്ഷരക്കുട്ടിക്കൊരാഗ്രഹം കണ്ണനെ മടിയിൽ വെക്കണമെന്ന്. അങ്ങനെ കണ്ണനെ മടിയിലൊക്കെ വെച്ച് കൊടുത്തു കേട്ടോ. കുറേ നേരം എല്ലാവരും മടിയിലൊക്കെ വെച്ചു. അക്ഷരയും പിന്നെ അവളുടെ അനിയനും ചേച്ചിയും എല്ലാവരും മടിയിലൊക്കെ വെച്ച് ഞങ്ങൾ തൂക്കുപാലത്തിലൊക്കെ കയറി. തൂക്കുപാലത്തിൽ അങ്ങനെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല, കാരണം ഇങ്ങനെ ആടുമായിരുന്നില്ലേ കിടന്ന്. അതുപോലെ മലമ്പുഴ യക്ഷി അത് കണ്ടതൊക്കെ നമ്മൾ പറഞ്ഞ് കേട്ടിട്ടുള്ള അറിവ് മാത്രമേ ഉള്ളൂ. കേട്ടിട്ടുണ്ട് ഇങ്ങനെ മലമ്പുഴ യക്ഷിയുടെ പ്രതിമയുണ്ട്, തൂക്കുപാലുണ്ട് എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടേ ഉള്ളൂ. അപ്പോൾ ഇരുട്ടായി തുടങ്ങിയിട്ടുണ്ടായിരുന്നു കേട്ടോ. അത്യാവശ്യം ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ട് നമ്മൾ ഡാം എത്തുമ്പോൾ. ഈ സ്നേക്ക് പാർക്കും എക്കോ പാർക്കും ഒക്കെ കണ്ടിട്ട് ഡാമിൽ ഈ യക്ഷിയുടെ അവിടേക്കൊക്കെ എത്തുമ്പോൾ ഏതാണ്ട് ഒരു 6:30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ട്. അത്യാവശ്യം ഇരുട്ടായിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ അവിടെയൊക്കെ നിന്ന് പിന്നെ അപ്പം നമ്മൾ ഇങ്ങോട്ട് വന്നത് ഒരു പാലത്തിൽ കൂടി പോകേണ്ടത് വേറെ പാലത്തിൽ കൂടെയൊക്കെ ആയിരുന്നു. അപ്പോൾ പിന്നെ നമ്മൾ വേറെ പാലത്തിൽ കൂടെയൊക്കെ തിരിച്ചു പോയി. അതിൻ്റെ ഇടയിൽ ഇവിടെയൊക്കെ നിന്ന് കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് എല്ലാവരും ഇപ്പോൾ ഇങ്ങനെയുള്ള ഭാഗങ്ങളിൽ ഇപ്പോൾ വരിക്കശ്ശേരി മലയിൽ ചെന്നപ്പോഴാണെങ്കിലും ആ ഡോറിൻ്റെ അവിടെ നിന്നിട്ടാണ് എല്ലാവരും ഫോട്ടോസൊക്കെ എടുക്കാൻ നിൽക്കുന്നത്. ഇപ്പോൾ യക്ഷിയുടെ മുന്നിലാണ് എല്ലാവരും ഫോട്ടോ എടുക്കാനൊക്കെ നിൽക്കുന്നത്. അപ്പോൾ അവിടുന്ന് ആളുകളൊക്കെ ഒഴിഞ്ഞ് മാറിയതിന് ശേഷം വേണം നമുക്ക് അവിടെ നിന്ന് ഫോട്ടോ ഒക്കെ എടുക്കാനായിട്ട്. അപ്പോൾ ചേട്ടന് വയ്യാണ്ടായിട്ടോ. ചേട്ടൻ അവിടെ ഇങ്ങനെ ഇരിക്കുക. അങ്ങനെ ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോയും വീഡിയോ ഒക്കെ എടുത്ത് യക്ഷീനെയൊക്കെ നല്ലപോലെയൊക്കെ ഒന്ന് കണ്ട് പിന്നെ അവിടെ നിന്നും തിരിക്കായിട്ടോ. ശരിക്കും നമ്മളൊരു 3 മണി ആ ഒരു സമയത്തൊക്കെ അവിടെ എത്തണമായിരുന്നു കേട്ടോ. അപ്പോൾ പതുക്കെ നടന്ന് സ്നേക്ക് പാർക്കും എക്കോ പാർക്കും അതുപോലെ ഡാമും പിന്നെ അവിടെ എന്തൊക്കെയോ ഭയങ്കര പ്രകൃതി രമണീയമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടെന്ന് ചേച്ചി പറയുന്നുണ്ടായിരുന്നു. പക്ഷേ സമയം ഇങ്ങനെ ഈ നേരമായില്ലേ, നൈറ്റ് ആയില്ലേ. അപ്പം നമ്മൾ ഒരു 3 മണി നേരത്തൊക്കെ അവിടേക്ക് എത്തുകയാണെങ്കിൽ നമുക്ക് ഫുള്ള് വൈകുന്നേരം ആകുമ്പോഴേക്കൊക്കെ കണ്ട് ഇറങ്ങായിരുന്നു. നമ്മൾ 2 മണിയൊക്കെ ആയപ്പോഴേക്കും ചേച്ചിട്ട് വീട്ടിലെത്തിയിട്ടുണ്ട്. പക്ഷേ അവിടെ നമ്മൾ കുറച്ച് നേരം സ്പെൻഡ് ചെയ്തുല്ലോ. ഫുഡ് കഴിക്കലും കാര്യങ്ങളൊക്കെ ആയിട്ട് കാണാൻ പാമ്പറ് മാറ്റി ഡ്രസ്സ് മാറ്റി ഫുഡ് കൊടുത്തു. ഫുഡ് വേറെ ഉണ്ടാക്കി കയ്യിൽ പിടിച്ചു. അങ്ങനെയൊക്കെ ആയപ്പോഴേ പിന്നെ നമ്മളൊരു വീട്ടിലേക്ക് ആദ്യമായിട്ട് ചെല്ലല്ലേ. അപ്പോൾ അവിടെ അങ്ങനെ കുറച്ച് നേരം വർത്താനമൊക്കെ പറഞ്ഞ് അങ്ങനെയൊക്കെ നമ്മളുടെ കുറച്ച് സമയം പോയി. അതുകൊണ്ടാണ് നമുക്ക് മുഴുവനായിട്ടും ഡീറ്റെയിൽ ആയിട്ട് അങ്ങനെ
കാണാനൊന്നും പറ്റാതിരുന്നത്. പിന്നെ നമുക്ക് വീട്ടിലെത്തും വേണ്ട. എന്നിട്ട് ഞങ്ങൾ 8 മണിയായിട്ട് അവിടെ നിന്ന് തിരിക്കുമ്പോൾ 8 മണി വരെയാണ് അവിടെ ഉള്ളത്. അപ്പോൾ 8 മണിയായി. അതിൽ മുൻപ് അത് കഴിഞ്ഞിട്ട് കല്യാണിനെ ജസ്റ്റ് ഒന്ന് പാർക്കിൽ കയറ്റിയിട്ട് പാർക്കിലും അവൾ കളിച്ചതിന് ശേഷമാണ് കേട്ടോ ഞങ്ങൾ അവിടെ നിന്ന് തിരിച്ചു പോകുന്നത്. പിന്നെ വണ്ടി കിടക്കുന്നുണ്ടായിരുന്നത് കുറേ ദൂരെയായിരുന്നു കേട്ടോ, റോഡ് സൈഡിലേക്ക് ഇട്ടേക്കായിരുന്നു. അങ്ങനെ ചേച്ചിയൊക്കെ ഞങ്ങളെ വന്ന് യാത്രയാക്കിയിട്ട് വിഷമമായിട്ട് അവരുടെ അടുത്ത് നിന്ന് പോന്നപ്പോൾ കുറേ നേരം അവർ നമ്മളെ കൂടെ ഉണ്ടായിട്ടേ പിരിഞ്ഞ് പോന്നപ്പോൾ ഒരുപാട് വിഷമമൊക്കെ തോന്നി. പിന്നെ യാത്രയുടെ ആ ഒരു ക്ഷീണത്തിലൊന്നും അറിഞ്ഞില്ല. അങ്ങനെ ഞങ്ങൾ വീട്ടിലെത്തിയപ്പോൾ 11-11:30 ആയി വീട്ടിലെത്തിയപ്പോൾ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളുടെ മലമ്പുഴ പോയ വിശേഷങ്ങളൊക്കെ. ഭയങ്കര ഒരു സന്തോഷമുള്ളൊരു ദിവസമായിരുന്നു. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം അല്ലേ.